പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ രാവിലെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പക്കായ പൊട്ടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അതേ മഴയത്തൊക്കെ ഈ പപ്പക്കായ നിൽക്കുന്ന കണ്ടപ്പോഴാട്ടോ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. നല്ല മഴയായിരുന്നു രാവിലെ. ഇപ്പോൾ ദേ അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ചെറിയ ചെറിയ പപ്പക്കായാണ്. അപ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അതേപ്പോൾ കുറച്ച് പച്ചമുളകും കൂടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉപ്പിലിട്ട് കഴിക്കലുണ്ട് കാന്താരി മുളക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ സാമ്പാറാക്കി, അതുപോലെ തന്നെ ദോശയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതേ നമ്മുടെ പപ്പക്കായും അതുപോലെ തന്നെ വെണ്ടയ്ക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും വെച്ചതേ സാമ്പാർ ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതേ അതൊക്കെ ആകെ പൊട്ടി പിടിച്ചെടുക്കുമായിരുന്നു. മഴ കാരണം തുടയ്ക്കലുണ്ടായില്ല. ഇപ്പോൾ ദേ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ദേ ഒന്ന് തുടയ്ക്കുകയാണ്. നമ്മുടെ തറയൊക്കെ അതേ സിമെൻറ്റിൻ്റെ തറയാട്ടോ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് പൊടിയൊക്കെ നിറയും. അപ്പോൾ നമ്മൾ വേഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. വെയിൽ കാണുമ്പോഴാണല്ലോ നമുക്ക് തുടയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ കിളുത്ത് വരും നമ്മുടെ ഇങ്ങനത്തെ തറ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കായിരുന്നു. അതിന് ശേഷം നമ്മൾ ടേബിളും കൂടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. വേഗം പൊടിയാ പോലെ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ടേബിൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച്, കുറച്ച് ബുക്കുകളും സാധനങ്ങളും പ്ലേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതേ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമായിരുന്നു കേട്ടോ. കുറച്ച് സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമുക്ക് നമ്മുടെ പെരിയോട്ടിൻ്റെ ഒരു തൈ ചെടിയാണ് കേട്ടോ, നമ്മൾ കല്ലൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ടേബിളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ വെച്ചപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവലുണ്ടായില്ല. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലാന്റ് ആയിട്ട് തന്നെ അകത്തൊക്കെ വെക്കാൻ പറ്റുമല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ കായൊക്കെ കൊല ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും മഴയായിരുന്നല്ലോ. അപ്പോൾ മഴയത്ത് കൊല ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കായൊക്കെ എടുത്ത് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കൂട്ടി കഴിക്കായിരുന്നു കേട്ടോ. മീൻ വാങ്ങിച്ചത് അറിഞ്ഞതേ പൂച്ചകളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല വെറൈറ്റി കളറുകളുള്ള പൂച്ചകളൊക്കെ നമ്മൾ കിട്ടി വരാറുണ്ട് കേട്ടോ. അങ്ങനെ അയിലയാണ് കിട്ടിയത്. ചെറിയ അയിലയായിരുന്നു. അപ്പോൾ അതൊന്ന് വറുക്കാനും വെച്ചു, അതുപോലെ തന്നെ കറിയാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി അത്യാവശ്യം ഒന്ന് വറ്റി വരുന്നുണ്ട്. നല്ലപോലെ ചാറുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ചെറിയ അയില കാരണം നമ്മൾ കുറച്ചെടുത്തേ കറി വെച്ചുള്ളൂ. അപ്പോൾ മീനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. കുറച്ചും കൂടെ കട്ടിയാകുമ്പോഴാണ് നമ്മുടെ മീൻ ചാറിനൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ മുതിരയും കൂടെ ഒന്ന് കാച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഊണിന് നമ്മുടെ മീൻ വറുത്തത്, അതുപോലെ തന്നെ ഉപ്പിലിട്ട മുളകും, പിന്നെ നമ്മുടെ മീൻ കറിയും മുതിര ഉപ്പേരിയായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ബെന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രീം പെന്നാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. നമ്മുടെ സാധാരണ പെന്നിനേക്കാൾ എനിക്കിഷ്ടം ക്രീം പെന്നാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ പപ്പടവും അതുപോലെ തന്നെ പടവലങ്ങി ഉപ്പേരിയും കഞ്ഞിയായിരുന്നു.